കോഴിക്കോട് കനത്ത മഴ കടുത്തതോടെ കടലും പ്രക്ഷുബ്ധമായി തുടങ്ങി. വരും ദിവസങ്ങളിൽ തിരമാലകൾ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. മലയോര മേഖലയിൽ വിനോദസഞ്ചാര മേഖലയ്ക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ മഴയിലും കാറ്റിലുമായി ജില്ലയിൽ കനത്ത നാശനഷ്ടമാണ് സംഭവിച്ചത്. തോട്ടുമുക്കം പുൽപ്പാറ സ്വദേശി ജോബിയുടെ വീട്ടിലേക്ക് മറ്റൊരു വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് വീണാണ് അപകടമുണ്ടായത്. ചെറുകിട വ്യവസായം നടത്തുന്ന ജോബി അപകട സമയത്ത് മുറിക്കുള്ളിൽ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയിലാണ് ഇവിടെ മതിൽ ഇങ്ങോട്ട് ഇടിഞ്ഞു വീഴുകയത്. ഞാൻ കടയിലേക്കുള്ള കടികളും സാധനങ്ങളും ഒക്കെ ഇവിടെ നിന്നാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ അന്ന് ആ സമയത്ത് കടി ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് അത് വലിയ വൻ ദുരന്തം ഒഴിവായി കിട്ടി. അവിടെയുള്ള ആ മതിലെ കംപ്ലീറ്റ് ഇവിടെ എല്ലാം ഇങ്ങോട്ട് വീണ് കിടക്കുക. നമ്മളിവിടെ മതിൽ കെട്ടിയിട്ടുണ്ട്. ആ മതിലും പൊളിഞ്ഞാണ് ഇങ്ങോട്ട് വീണ് കിടക്കുന്നത്. അതേസമയം കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയായ വാലില്ലാപ്പുഴയിലും വീടിന്റെ ഭിത്തി തകർന്ന 1.5 മാസം പ്രായമുള്ള കുഞ്ഞിന് പരിക്കേറ്റു. എന്നാൽ കോഴിക്കോട് നഗരത്തിന്റെ സ്ഥിതി മോശമല്ല. മഴ കനത്തതോടെ കടലും പ്രക്ഷുബ്ധമായി തുടങ്ങി. വരും ദിവസങ്ങളിൽ തിരമാലകൾ ഉയർന്ന കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോറികൾ ഉൾപ്പെടെയുള്ള ഖനന പ്രവൃത്തി, മലയോര മേഖലയിലേക്ക് അത്യാവശ്യമില്ലാത്ത യാത്രകൾ എന്നിവയ്ക്കും വിലക്കുണ്ട്. വയനാട് ചുരത്തിലെ കനത്ത മഴയും കോടമഞ്ഞു മൂലം ചുരത്തിലെ വാഹന പാർക്കിംഗ് ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.